ക്ലാസ് 10 ചാപ്റ്റർ 8 പെർസെൻറ്റേജ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ പാർട്ട് 8 റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിപ്രഷൻ. നമ്മൾ കഴിഞ്ഞ പെർസെൻറ്റേജിൻ്റെ ചാപ്റ്ററുകൾ നമുക്ക് പെർസെൻറ്റേജിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും പറഞ്ഞു, ഡിസ്കൗണ്ടിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഇനി റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിപ്രഷൻ. നമുക്കറിയാം, ഓരോ സമയത്തുള്ള സെൻസസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇത്ര ജനസംഖ്യ അനുപാതം കൂടി ഇത്ര കുറവ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എത്ര ശതമാനമാണ് അതിൽ ഗ്രോത്ത് വന്നിട്ടുള്ളത്, എത്ര ശതമാനമാണ് അതിൽ തകർച്ച വന്നിട്ടുള്ളത്. ഇപ്പോൾ ശിശു മരണ റേറ്റ്, എക്സ്പെഷ്യൽ ചൈൽഡ്, പിന്നെ അതേപോലെ ഹറാസ്മെൻറ്റുകൾ തുടങ്ങിയുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഗ്രോത്ത് ഇത്ര ശതമാനം വർദ്ധിച്ചു, ഇത്ര ശതമാനം കുറവ് എന്നൊക്കെ വരും. ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിപ്രഷൻ എന്നുള്ളതാണ്. In our daily life, we come across the term like growth of population, plants, viruses, depression in the value of articles like machinery, crops, motorcycle. ഇറ്റ് ഈസ് നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് വരും വൈറസ്, ഇത്ര പ്ലാന്റ്സുകൾ, വൈറസുകൾ, പോപ്പുലേഷൻ്റെ വർധനവ് ഒക്കെ നമ്മൾ നിത്യജീവിതത്തിൽ വരുന്നതാണ്. അതേപോലെ മിഷനറി, ക്രോപ്സ്, മോട്ടോർ സൈക്കിളുടെ വില കുത്തന്നെ ഇടിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഡിപ്രഷൻ ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് ഫോർമുല ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡിറൈവ്ഡ് ഇൻ ദി പ്രീവിയസ് സെക്ഷൻ. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി നമുക്ക് ഇതിൻ്റെ കുറവും കൂടുതലൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ചെറിയ ഉദാഹരണമാണ് ഇതിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഈസ്, ഒരു സിറ്റിയിലെ പോപ്പുലേഷനാണ് 97,65,625. What will be its population after 3 years if the rate of growth of population is 4% per year? 97,65,625 ആണ് പോപ്പുലേഷൻ്റെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ. ഇനി ഓരോ വർഷം 4% വെച്ച് കൂടുമ്പോൾ 3 വർഷത്തിന് ശേഷം ഇതിൻ്റെ പോപ്പുലേഷൻ എന്താവും എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇനീഷ്യൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്തുള്ള പോപ്പുലേഷൻ റേറ്റ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത്. ഓരോ വർഷം 4% വെച്ചിട്ടാണ് ഓരോ വർഷം കൂടുന്നത്. നമ്മുടെ PS 3 ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന അതേ പറ്റോട് വഴി നമുക്കിതും കാണാവുന്നതാണ്. അപ്പോൾ V3 ഫസ്റ്റ് വർഷമാണ് ഇതിൻ്റെ കണക്ക്. ഇതിങ്ങനെ V3-ലെത്തുമ്പോൾ ഇതാണ് പ്രിൻസിപ്പൾ ഇപ്പോഴുള്ള വാല്യൂ 1 + 4/3 നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പോപ്പുലേഷൻ കണക്കായിരിക്കും 3 വർഷത്തിന് ശേഷം ഉണ്ടാവുക. ഓക്കെ, 1,50,87,500 ആളുകളായിരിക്കും 3 വർഷത്തിന് ശേഷമുള്ള കണക്ക്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു പോപ്പുലേഷൻ്റെ സാധ്യത. അപ്പോൾ ഇന്നിപ്പോൾ 2011 സെൻസസ് നടന്നു. 2011 സെൻസസ് നടന്നപ്പോൾ 121 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ അപ്പോൾ ഓരോ വർഷവും ഇത്ര പോപ്പുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എസ്റ്റിമേറ്റ് കാണാൻ സാധിക്കും. ഈ ഒരു 2020 എത്തുമ്പോൾ പോപ്പുലേഷൻ എത്രത്തോളം കൂടുമെന്നൊക്കെ പറയാൻ സാധിക്കും. ഈ ഒരു പോപ്പുലേഷൻ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു 2030 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2040 ആകുമ്പോഴേക്ക് ഇന്ത്യ ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് കൺട്രി ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ കണക്കുകൾ പറയുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. എ പ്ലാൻ അഗെയിൻസ്റ്റ് ഹിസ് ഹൈറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 2% per month of what was its height in the beginning of the month. If its height was 1.2 meter in the beginning of January 2008, find its height in the beginning of April 2008. Correct up to 3 places of decimals. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 2% ഒരു പ്ലാന്റ് ഓരോ മാസം വളരുന്നത്. അങ്ങനെയാണെങ്കിൽ ജനുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ 1.2 മീറ്റർ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റിൻ്റെ ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഹൈറ്റ് കാണുമ്പോൾ നമ്മളോട് പറയാം കറക്റ്റ് അപ് ടു 3 places of decimal. ഡെസിമൽ പ്ലേസിൽ 3 പ്ലേസ് വരെ നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ തുടക്കത്തിലുള്ളത് 1.2 മീറ്ററാണ്. ഓരോ മാസവും 2% വെച്ചിട്ടാണ് വളർച്ച. നമ്പർ ഓഫ് മന്ത്സും 3 മാസത്തെ കണക്കാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ V3 1 + R/100 നമ്പർ ഓഫ് ഇയേഴ്സ് ആണല്ലോ. 1.2 × 1 + 2/3 × 3 ചെയ്യുമ്പോൾ നമുക്കറിയാം 51/50. ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.2734 മീറ്ററാണുള്ളത് ഉണ്ടാവുക. നമ്മളോട് പറയണം അപ് ടു 3 പ്ലേസസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ എന്നുള്ളത് 1.273 എന്നുള്ള ഇതായിരിക്കും ഉത്തരം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി നമുക്ക് നിത്യജീവിതത്തിലെ ഇത്തരം കാര്യങ്ങൾ കൂടി ഉപകരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചു. താങ്ക് യു വെരി മച്ച്.